ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം മക്കളില്ലാണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. നമ്മുടെ കോഴിക്കോട് ബീച്ചിലേക്കാണ് ഞങ്ങൾ വന്നത് കേട്ടോ. പകൽ ബീച്ചിലേക്ക് വരുന്നേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ വെയിലൊന്നും ഇല്ലാണ്ട് നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ട് പോകാനാണ്. ഈ ബീച്ചിലൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ് കേട്ടോ, ചുറ്റുമുള്ള ഇങ്ങനെയൊക്കെ കാണാൻ. ഇപ്പോൾ LED ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട് പല സ്ഥലത്ത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ എല്ലാവരും സെൽഫി എടുക്കുന്ന പോയിൻറ്റ്, ഐ ലവ് കോഴിക്കോട്. അങ്ങനെ ഞങ്ങളിങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു വേസ്റ്റ് ബിന്ന് കണ്ടു, ഫിഷിൻ്റെ രൂപത്തിലുള്ള. പക്ഷെ അതിലല്ലാണ്ട് അതിന് പുറത്താണ് എല്ലാവരും വേസ്റ്റ് ഇടുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് മുന്നോട്ട്. ഉപ്പിലിട്ടതും അല്ലാത്തതും കുറേ സ്നാക്സും പിന്നെ അരിക്കടുക്ക അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും വാങ്ങാണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവാണ്. ആക്ച്വലി ഞങ്ങൾ പോകുന്നത് ഒരു പാനിപൂരി കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ആ പാനിപൂരിക്കാരൻ ഇന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ അമൂൽ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൽ കുറേ ഫ്ലേവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈവൻ ആ ബാനറിലും കുറേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് അഫ്ഗാൻ ഡ്രൈ ഫ്രൂട്ടും പിന്നെ കേസർ പിസ്തയുമാണ്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഐസ്ക്രീമൊക്കെ സ്കിപ്പ് ചെയ്ത് വരുമായിരുന്നു. നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഐസ്ക്രീമൊന്നും കഴിച്ചില്ല. അപ്പോൾ ഈ ഐസ്ക്രീമൊക്കെ വാങ്ങി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് ഈ റെഡ് വെൽവെറ്റ് ഇങ്ങനെ ഇതിൽ കാണുമ്പോഴേ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഐസ്ക്രീം കഴിച്ച് തീർത്തു. ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാറിലുണ്ടല്ലോ ബുക്സൊക്കെ വിൽക്കുവാണ്. കുറേ നല്ല എഴുത്തുകാരുടെ ബുക്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ പോയി നോക്കി, അവിടെ പോയിട്ട് ഒരു ബുക്കും വാങ്ങി. പിന്നെ ഞാൻ കാണുന്നത് ഈ സ്വീറ്റ് കോണിൻ്റെ ആളെയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പല ഫ്ലേവറിലുണ്ടാവില്ലേ, പെപ്പർ, ചീസ് ആൻഡ് പെപ്പർ സംതിങ്, ലെമണൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മൾ മാളിലൊക്കെ പോകുമ്പോൾ പല ടേസ്റ്റിലുള്ള പല ഫ്ലേവറിലുള്ളതൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ഫ്ലേവറാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോഴും ഉണ്ടാക്കാറുണ്ട്. ഈ കോൺ ഉണ്ടല്ലോ, നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന കോൺ, അതിങ്ങനെ ആവിയിൽ വെച്ചിട്ട് അതൊന്ന് കുക്കായി വരുമ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതിൽ ചില്ലി പൗഡർ, സോൾട്ട്, പിന്നെ ഈ കുറച്ച് ലൈം ജ്യൂസ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കോർണും കൂടി അതിലിട്ട് മിക്സ് ചെയ്താലേ നമ്മുടെ ഈ ഷോപ്പിലൊക്കെ കിട്ടൂലേ അതുപോലെ തന്നെ ഉണ്ടാവും കറക്റ്റായിട്ട്. അപ്പോൾ പലപ്പോഴും വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ വാങ്ങാറുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻസ് അവരിങ്ങനെ ബീച്ചിലൊക്കെ കൊണ്ടുവന്നാലേ അവരുടെ ഒരു സ്റ്റോപ്പ് ഈ കോർൺ വിൽക്കുന്ന സ്ഥലത്തായിരിക്കും, അടുത്തത് ഈ ടോയ്സൊക്കെ വിൽക്കില്ലേ അവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങുന്ന ടോയ്സ് ഉണ്ടല്ലോ, ഒരു ദിവസം അതിന് ആയുസ് 1-2 ദിവസം മാക്സിമമാണ്. ഇങ്ങനെ അത് കളിച്ച് പൊട്ടിച്ച് തീർക്കും. എന്നാലും ഞങ്ങൾ വാങ്ങിക്കൊടുക്കും കേട്ടോ, വരുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവാണ്. ഇതിങ്ങനെ കഴിച്ച് പോവാമെന്ന് വിചാരിച്ചു. അതായത് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം ഇല്ലേന്ന് വെച്ചാൽ നടക്കാൻ പറ്റുമെങ്കിൽ, പക്ഷേ വയ്യ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം.